ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് ഞങ്ങളൊരു മോർണിംഗ് വ്ളോഗാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇപ്പോൾ ടൈം 4 മണിയാണ്. ഞായറാഴ്ച അല്ലാത്ത ദിവസങ്ങളിലൊക്കെ മിക്കവാറും ഞാൻ 4 മണിക്കാണ് നീക്കൽ. കാരണം ഞാനൊരു എക്സാം എഴുതുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് 4 മണിക്ക് നീക്കും. അപ്പോൾ ചില ദിവസം ഇവരെന്നെ നീക്കാനേക്കില്ല കേട്ടോ, ചെറിയ കുട്ടികളല്ലേ. അപ്പോൾ അങ്ങനത്തെ ദിവസം ഞാൻ നീക്കലില്ല. പിന്നെ ഓൽക്ക് അസുഖമൊക്കെ ഉണ്ടാവുന്ന ടൈമിൽ ഏറൂനും ഞാൻ 4 മണിക്ക് നീക്കും. ഓലെ നോക്കലിൻ്റെ ഉത്തരവാദിത്തം ആയതുകൊണ്ട് തന്നെ ഞാൻ നീക്കൽ നിർബന്ധമാണ്. മടി പിടിച്ച് കിടന്നാൽ നമ്മൾ ലൈഫ് മുന്നോട്ട് പോകില്ലല്ലോ. അപ്പോൾ ഉമ്മച്ചി രാവിലെ നീച്ചങ്ങാണ്ട് ചായക്കുള്ള പരിപാടികളൊക്കെ നോക്കുകയാണ്. ഞാൻ അടുക്കളയിൽ ഇരുന്നാണ് പഠിക്കൽ. കാരണം ഹാളിലൊക്കെ ഇരുന്നാൽ എല്ലാ റൂമിലും ആൾക്കാർ ഉറങ്ങേക്കാരം. അപ്പോൾ ഹാളിലൊക്കെ ഇരുന്നാൽ പിന്നെ ലേറ്റ് കാണുമ്പോൾ കുട്ടികൾ ഉണരും വിചാരിച്ചിട്ട് ഞാൻ കിച്ചണിലാകുമ്പോൾ നമുക്ക് സൗകര്യത്തിന് ഇരിക്കാമല്ലോ. അപ്പം ഞാൻ അടുക്കളയിൽ ഇരിക്കുന്ന ടൈമിൽ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ഇങ്ങനെ തപ്പി വെക്കും. അപ്പോൾ ഇന്നിപ്പോൾ എനിക്കിത് ഈ സംഭവം ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ സ്റ്റോക്ക് റൂമിലൊക്കെ പോയി ഇങ്ങോട്ട് ആകെ ഒന്ന് തപ്പി വെക്കണം. അപ്പോൾ തിന്നുങ്ങാണ്ട് എല്ലാ ബേക്കറിയും കഴിഞ്ഞിരിക്കണ്. ലാസ്റ്റ് കുറച്ച് വായക്കപ്പൊരി കിട്ടി. അപ്പോൾ അതിമ്മ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരിക്കണ്. അപ്പോൾ ആകെ തപ്പിയിട്ട് ഒന്നും കിട്ടിയില്ല എനിക്ക്. ഇത് ഇന്നലത്തെ ചിക്കൻ കറിയാണ് കേട്ടോ. ഇതൊന്ന് പുട്ടൊക്കെ നല്ല സെറ്റാണ്. പഴമുണ്ട്. അപ്പോൾ പുട്ടിന് വേണ്ടി കണ്ട് ഉമ്മച്ചി നല്ല പൊടിയൊക്കെ കുഴച്ച് വെച്ച് വെള്ളമില്ലാത്ത തേങ്ങ വരെ പറ്റിച്ചു തുടങ്ങി. തുള്ളി വെള്ളമല്ല. ഉമ്മച്ചി തേങ്ങ ചിരവിയും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താ ഹെൽപ്പ് ചെയ്യാത്തതെന്ന്. ഞാൻ ഇതൊക്കെ വീഡിയോ എടുക്കല്ലേ, പിന്നെ എങ്ങനെ ഞാൻ ഇതൊക്കെ പണിയെടുക്കുക? അപ്പോൾ ഉമ്മച്ചിൻ്റെ പണിയൊക്കെ നോക്കട്ടെ. ഞാൻ കുറച്ച് നേരം കൂടിയും പഠിക്കാൻ പുറത്ത് പോയിരിക്കട്ടെ. ഓല് നീച്ചാൽ പിന്നെ എന്നെ ബുക്ക് എടുക്കാനൊന്നും അയക്കൂല. അല്ലെങ്കിൽ ഓൽക്ക് ഇന്ത്യയിലാറും വല്ല വായനക്കാരം. അപ്പോൾ പിന്നെ ഓല് നീക്കുമ്പോഴത്തേനല്ല മാക്സിമം ടൈം ഞാൻ യൂസ് ചെയ്യും. നേരൊക്കെ വെളുക്കണുള്ളൂ, ഭയങ്കര ഇരുട്ടാണ്. അപ്പോൾ ലിച്ചൂനിന്ന് മദ്രസ ഉണ്ട്. ഓൾക്ക് വെള്ളിയാഴ്ച മദ്രസ ഉണ്ട്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഞങ്ങൾക്ക് ഇവിടെ ഞായറാഴ്ചയാണ് മദ്രസ ഇല്ലാത്തത്. അപ്പോൾ ഓൾ മദ്രസക്ക് പോകാനൊക്കെ മാറ്റിങ്ങാണ്ട് നിസ്കരിക്കുകയാണ്. ഓൾക്ക് നിസ്കാരം കാര്യങ്ങളൊന്നും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല, 1ാം ക്ലാസ് ആയിട്ടുള്ളൂ. അപ്പോൾ ഓൾക്ക് കഴിയണ രീതിക്ക് ഓളിങ്ങനെ നിസ്കരിക്കും. കയറിക്കോളൂ. ഓളെ മദ്രസ കറണേക്കൽ സ്കൂൾ കറണേക്കലൊക്കെ അമ്മച്ചിയാണ് കേട്ടോ. ഞാൻ ആ കാര്യത്തിലൊന്നും ഇടപെടലില്ല. കാരണം ഞാനും ഓളും തമ്മിൽ ചേരൂല. അത് പണ്ടേ അങ്ങനെയാണ്. ഓളെ മേക്കാനും ഉമ്മക്ക് മാത്രമുള്ള വേക്കുക. അപ്പം ഓൾ മദ്രസ ഇട്ട് വരുമ്പോഴത്തേനും അമ്മച്ചി കഞ്ഞൊക്കെ സെറ്റാക്കി വെക്കും. എന്നിട്ട് പിന്നെ ഓൾക്ക് വാരി കൊടുക്കുമാണ് കേട്ടോ. അതാണ് വലിയ ഹൈലൈറ്റ്. മിലയാണെങ്കിൽ ഒറ്റക്ക് തിന്നും. ഇവളൊറ്റക്ക് തിന്നൂല. മിലക്ക് 3 വയസ്സായിട്ടുള്ളൂ. പക്ഷെ ഓളെ കാര്യമൊക്കെ ഒറ്റക്ക് നോക്കും. പക്ഷെ ഇവൾക്ക് എന്തെങ്കിലും തിന്നണമെങ്കിൽ തൊള്ളിൽ കൂടെ ഇറങ്ങണേ ഉമ്മച്ചി വാരി കൊടുക്കണം. ചിക്കൻ ഫ്രൈയും. ഉമ്മ ഇതിങ്ങനെ മുറിച്ചിട്ട് കൊടുത്ത പകരം നിങ്ങൾക്ക് അത് ചമ്മന്തിയാക്കി കൊടുത്തൂടെ? നോക്കൊന്നുകൂടി തിന്നാ സുഖത്തിന്. എന്താണോ കുള്ള കുട്ടിയാണ് മുറിച്ചിട്ട് കൊടുത്തുക്കമ്മ. രാവിലെ നല്ല ഇളക്കേനു കേട്ടോ. വീഡിയോ എടുക്കാൻ ചെന്നപ്പം രാവിലെ തിന്നണമൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഒക്കെ രാവിലെ നീച്ചുമ്പോ ഒരു പിരാന്താണ് അല്ലേ ലിച്ചോ? രാവിലെ ഓള് മദ്രസ പോകുമ്പോൾ ചായയും കടിയും കുടിച്ചിട്ട് പോകും. പിന്നെ മദ്രസ ഇട്ട് വന്നിട്ട് കഞ്ഞി കുടിക്കും. അപ്പോൾ പുട്ടും പഴമാണ് ഞങ്ങൾക്ക്. പിന്നെ ചായയും.
നമുക്കിതൊന്ന് സെറ്റാക്കി എടുക്കണം ഗൈസ്. സെറ്റാക്കി എടുക്കും ഞാൻ. ഇതേ തൊട്ടിട്ട് ഒരു കൊല്ലായിക്കണം. എനിക്കാണെങ്കിൽ ഈ അലമാര ഇങ്ങനെ അടുക്കി പൊറുക്കി വെക്കുക എന്ന് പറഞ്ഞാൽ എനിക്കതൊരു ദേഷ്യമാണ്. എനിക്കിങ്ങനെ ഇങ്ങനെ കാണുന്നത് സത്യം പറഞ്ഞാൽ. നമുക്കിങ്ങനെ ആവശ്യമില്ല ഇതിങ്ങനെ കുത്തി വലിച്ചെടുക്കുക തുറക്കുക. എനിക്കിങ്ങനെയാണ് ഇഷ്ടം. ചിലർക്ക് ഇങ്ങനെ അടുക്കി വെച്ചതൊക്കെ ആയിരിക്കും ഇഷ്ടം. എൻ്റെ അമ്മ കയ്യിൽ പെട്ടതാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഇതിങ്ങനെ കാണണം. അപ്പം അമ്മ അതിങ്ങനെ അതിൽ കൂടി പോകുമ്പോൾ ഇങ്ങനെ നമ്മൾ എന്താ അത് വർക്ക് ഏരിയയിലാണ് വെച്ചിരിക്കണം ഈ അലമാര കേട്ടോ. കാരണം ഈ പേരിൽ ഇനി ഇത് വെക്കാൻ സ്ഥലമല്ല ഈ അലമാര. അപ്പോൾ ഇതിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ അമ്മ പറയും എൻ്റെ അലമാര ഒന്ന് ശരിയാക്കി വെക്കാം, എൻ്റെ അലമാര ഒന്ന് ശരിയാക്കി വെക്കാറും. അപ്പോൾ ഇതിമ്മ തൊടാൻ അമ്മക്ക് പേടിയാണ്. കാരണം ഒരു തലക്കൊന്ന് തൊട്ടാൽ അതിപ്പോൾ എവിടെ വരെ നിൽക്കുമെന്ന് അറിയില്ല, അത്രയും ഉണ്ട്. അതുകൊണ്ട് നമുക്കിത് എന്തെങ്കിലും ഒന്ന് ശരിയാക്കി എടുക്കണം. അച്ചോനെ ഞാനിതിങ്ങനെ ശരിയായിക്കൊണ്ടിരുന്ന ടൈമിൽ ലിച്ചു മാറ്റിങ്ങണ്ട് ഓളെ ബസ് വന്ന ഓൺ ബെല്ലടി കെട്ടുങ്ങണ്ടാണ് ഞാൻ ഓടിപ്പോയി വെക്കണത്. അപ്പോൾ ഓള് ബസ് കയറി പോയിക്കണ്. പിന്നെ ഞാൻ നേരെ എൻ്റെ പണിക്ക് തന്നെ വന്നു. ഗൈസ്, ഇത് കരുതിയ മാതിരിയല്ല. ഇത് തുടങ്ങിയപ്പോഴാണ് പിന്നെ എനിക്കതിൻ്റെ ഒരു ഇടങ്ങേറ് മനസ്സിലായത്. ഇത് മാണ്ടില്ലേനും തോന്നി. പിന്നെ ഇപ്പോൾ ആ ഡ്രസ്സൊക്കെ പാടെ വലിച്ചിട്ടില്ല. ഇനിയിപ്പോൾ അതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് അതിനുള്ളിൽ കയറ്റണമല്ലോ കരുതിയും കണ്ട് ഞാൻ പിന്നെ ഒക്കെ ഒന്ന് മടക്കി വെച്ചു. ഇത് മടക്കി വെച്ച് കഴിഞ്ഞപ്പോൾ ഇത് ആദ്യത്തെ അത്ര സീനില്ല. ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് ഇത്രയും ഡ്രസ്സൊക്കെ ഉണ്ടോ. പക്ഷെ മടക്കി വെച്ച് കഴിഞ്ഞപ്പോൾ ആകെ കുറച്ചുള്ളൂ കേട്ടോ. അപ്പം ഇനി പെരുന്നാൾക്കൊക്കെ എന്തായാലും ഡ്രസ്സ് വാങ്ങുമല്ലോ. അപ്പോൾ ആ ഡ്രസ്സ് ഇതിലേക്ക് കുത്തി കയറ്റണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയും കണ്ടാണ് ഞാൻ അപ്പോൾ ഇതിന് സ്ഥലം ഉണ്ടാക്കണം കേട്ടോ. ഇപ്പം ഞാൻ ഓരതൊക്കെ ഓരോ കള്ളിയിൽ വെച്ചേക്കണം കേട്ടോ. ഇൻ്റെത് വേറെ, അലൻ്റെത് വേറെ, മിലൻ്റെത് വേറെ, ലിച്ചുവിൻ്റെത് വേറെ. അപ്പം ഇനി ഇതിപ്പോൾ ഒരു ആഴ്ച കഴിഞ്ഞാൽ ഞങ്ങളതെല്ലാതും വീണ്ടും ഒരേപോലെ തന്നെ ആവും. എന്നാലും ഉമ്മാരുടെ സമാധാനത്തിന് ഇനിയിപ്പോൾ നോമ്പും പണി എടുത്തിട്ട് എല്ലാതും വൃത്തിയാക്കി വെച്ചു. എൻ്റെ അലമാര മാത്രം വൃത്തിയായില്ല എന്നില്ല ഉമ്മാൻ്റെ പരാതി തീരട്ടെ എഴുതിയും കണ്ട് ഞാൻ പിന്നെ ഈ പരിപാടിക്ക് ഇറങ്ങിയത് കേട്ടോ. ഈ കുറേ മുന്നത്തെ ഡ്രസ്സൊക്കെ ഇങ്ങനെ വലിച്ചിട്ടെങ്ങാണ്ട് മടക്കിയതുകൊണ്ട് തന്നെ പൊടി ഉണ്ടായങ്ങാണ്ട് എനിക്ക് തുമ്മാണ്. എനിക്ക് പൊടി തട്ടിയാൽ അപ്പം ഞാൻ തുമ്മൽ തുടങ്ങും. അതാണ് ഞാൻ ഈ വക പരിപാടിക്കൊന്നും വല്ലാതെ നിൽക്കാത്ത കേട്ടോ. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഫൈനലി നമ്മൾ അലമാര അടിപൊളിയായിട്ട് വിജയകരമായി റെഡി ആയിട്ടുണ്ട്.